ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിക്കൻ ദം ബിരിയാണി ഇതുപോലൊരു ബിരിയാണി ഈ അടുത്ത കാലത്തൊന്നും വീഡിയോ എല്ലാവരും ഷെയർ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് ദം ബിരിയാണി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. 4 തക്കാളി കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ബിരിയാണി മസാല 2.5 ടേബിൾ സ്പൂൺ കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു, വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കാണുക. അടിപൊളി ബിരിയാണി മസാലയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാം തൈര് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. 2 ചെറുനാരങ്ങയുടെ നീര് അതും കൂടി ഒഴിച്ച് കൊടുക്കുക. അല്പം മല്ലിയില പുതിന ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള പൊരിച്ചെടുക്കാനുണ്ട്. അതിനുശേഷം ഇത് പാകം ചെയ്ത് തുടങ്ങാം. ഇനി കൈ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടയുന്ന രീതിയിൽ വേണം കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ. നമ്മൾ പച്ച ഇറച്ചിയിൽ തന്നെ ദമ്മിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചോറ് ഊറ്റിയിടുന്നത്. ഇനി നമുക്ക് അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ നിന്നതാണ്, മറന്നുപോയതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അത് 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം കരിയാതെ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. സവാള ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് നമ്മൾ ചോറിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല, ഇതേപോലെ ഫ്രൈ ചെയ്ത് ആണ് ചേർത്തി കൊടുക്കുന്നത്. ക്യാരറ്റ് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയെടുത്താൽ മതി. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച സവാളയിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് അണ്ടിയാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതും കോരിയെടുക്കാവുന്നതാണ്. അണ്ടി ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക.
ഇനി ഇതെല്ലാം കൂടി ഒന്ന് കോരി മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത സവാള, ക്യാരറ്റ് അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ബിരിയാണി മസാലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയും മതി. നമ്മൾ അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് ഊറ്റിയെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഊറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ക്യാരറ്റും എല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. സവാള ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി സവാള ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലിട്ട് അവസാന ലെയർ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള സവാളയും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള നെയ്യും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ല ദമ്മിൽ അടച്ച് വെച്ചുകൊണ്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് നല്ല വാസന വരും. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. ഇനി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിന് മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് തീ കത്തിച്ചെടുക്കാം. ഞാനിവിടെ അടുപ്പിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ബിരിയാണി ദമ്മിൽ കടന്ന് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.